കേരളത്തിലെ 400ഓളം പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന സുപ്രധാനമായ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സുപ്രധാനമായ തീരുമാനമാണ് ഇന്നലെ കേരള മന്ത്രിസഭ കൈക്കൊണ്ടിട്ടുള്ളത്. ഈ 400 പഞ്ചായത്തുകളിൽ നിന്നായി 271 പഞ്ചായത്തുകളാണ് പ്രശ്നബാധിത പ്രദേശങ്ങളായി കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ഏതാണ്ട് കേരളത്തിലെ 70ഓളം അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലെ ജനങ്ങളെ സാരമായി ബാധിക്കുന്ന പ്രശ്നമാണ്. കഴിഞ്ഞ 3 വർഷമായി ഈ മേഖലയിൽ വന്യജീവി അക്രമം മൂലം ദിവസേനയെന്നോണം ജീവഹാനി സംഭവിക്കുകയും കാർഷിക മേഖലയിൽ വമ്പിച്ച തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാണ് തീരുമാനിച്ചത്. പക്ഷേ ആ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം താൽക്കാലികമായ പരിഹാരങ്ങളാണ്. അവിടുത്തെ പ്രശ്നം അപ്പോൾ പരിഹരിച്ചു എന്നല്ലാതെ ശാശ്വത പരിഹാരമല്ല. ഇത് സംബന്ധിച്ച് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. പക്ഷേ ആ പ്രതിഷേധത്തിന് ഇടയാക്കിയത് നിലവിൽ 1972 പാസ്സാക്കിയ കേന്ദ്ര നിയമപ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുള്ള അധികാരത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ആവശ്യം വേണ്ടത്ര പരിഗണിക്കാൻ പൊതുസമൂഹം തയ്യാറായില്ല. വനം വകുപ്പിനെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്താനാണ് മാധ്യമലോകം ഉൾപ്പെടെ പൊതുസമൂഹം തയ്യാറായത്. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ആവശ്യമായ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തണമെന്നും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേരള നിയമസഭ ഒരു പ്രമേയത്തിലൂടെ ഐക്യകണ്ഠേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിതലത്തിലുള്ള ചർച്ചകളും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളും നിരവധി പ്രാവശ്യം നടന്നു. നമ്മുടെ എംപിമാർ പല ഘട്ടങ്ങളിലായി ഈ പ്രശ്നം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ശ്രമിച്ചു. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമഭേദഗതിക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയുണ്ടായിരുന്നു. ഇതും പൂർണ്ണമായി പരാജയപ്പെട്ടപ്പോഴാണ് പരിമിതികൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടത്തുന്നതിനെക്കുറിച്ച് നിർദ്ദേശമുയർന്നു വന്നത്. ഈ നിയമം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കേന്ദ്ര നിയമമാണ്. ആ കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തുന്നത് സാധാരണഗതിയിൽ സംഭവിക്കാൻ അസാധ്യമായ ഒരു കാര്യമാണ്. എന്നാൽ ഇത് കൺകറൻ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു നിയമമായതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്ന ഒരു നിർദ്ദേശം വിദഗ്ധന്മാരിൽ നിന്നും ഉദ്യോഗസ്ഥ സമൂഹത്തിൽ നിന്നും അഭിഭാഷക സമൂഹത്തിൽ നിന്നും ഉയർന്നു വരികയുണ്ടായി. ആ സാധ്യത പരിശോധിച്ചപ്പോഴാണ് കേന്ദ്ര വനം പരിസ്ഥിതി നിയമത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശശുദ്ധി അംഗീകരിച്ചുകൊണ്ട് തന്നെ, കാരണം അതിനൊരു നിയമമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് 1972 കാലത്ത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല സാർവദേശീയ അടിസ്ഥാനത്തിലുണ്ടായ പരിസ്ഥിതി നാശത്തിൻ്റെയും വനനാശത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് അങ്ങനൊരു നിയമം ഉണ്ടാക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അന്നുണ്ടാക്കിയ നിയമത്തിൻ്റെ സാങ്കത്യമല്ല അതിൻ്റെ ഉദ്ദേശത്തെയാണ് ഞങ്ങൾ കണ്ടത്. വനവും പരിസ്ഥിതിയും സംരക്ഷിക്കുക എന്ന് തന്നെയാണ് കേരള സർക്കാരിൻ്റെ പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം. ആ നയത്തോടൊപ്പം തന്നെ മനുഷ്യരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട് എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അങ്ങനെയാണ് നിയമനിർമ്മാണ പ്രക്രിയയിലേക്ക് കടക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചത്. അതിന് കുറേ സമയമെടുത്തത്. ആ സമയമെടുത്തത്
പലതരം നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നത് പരിശോധിച്ച് അതിലെ സാധ്യാസാധ്യതകൾ വിലയിരുത്താനാണ്. അങ്ങനെ വന്നപ്പോഴാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ 11 ABC എന്നീ വകുപ്പുകളാണ് ഏറ്റവും ദോഷകരമായി കർഷക സമൂഹത്തെ ബാധിക്കുന്നത്. അതിൽ തന്നെ 62 എന്ന വകുപ്പിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യമായി ഉയർന്നു വന്നത് വന്യജീവികളെ, അക്രമകാരികളായ വന്യജീവികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം. അത് 62-ാം വകുപ്പാണ് അത് വിഭാവനം ചെയ്യുന്നത്. ആ വകുപ്പിൽ ക്ഷുദ്രജീവികളെയായി പ്രഖ്യാപിക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കുണ്ടായിരിക്കും എന്ന ഒരു നിയമമാണ് ഇവിടെ കൊണ്ടുവന്ന നിയമത്തിലൊരു പ്രധാന ഇനം.